നമുക്ക് എപ്പോഴും ഉണ്ടാവും എന്ന് വിചാരിക്കാവുന്ന ഒരു വ്യക്തി അത് നമ്മൾ തന്നെയാണ്. നമ്മളെ സ്നേഹിക്കാൻ പഠിക്കാം. സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരു സെൽഫിഷ്നെസ് അല്ല. കൊടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടോ നിങ്ങൾക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ ഇല്ല എന്ന് പറയാനുള്ള മടി കാരണം നിങ്ങൾ പറയണം നോക്കാം എന്ന് പറയണം. അപ്പൊ നിങ്ങൾ ആക്ച്വലി ചെയ്യുന്ന എന്താ, ആ വിളിച്ച ആൾക്ക് ഒരു പ്രതീക്ഷ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾക്ക് മാത്രമേ പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻ നടത്താൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ മനസ്സിലെ കുറെ തോട്ട്സ് ക്ലിയർ ആക്കാൻ വേണ്ടി ഈ ഒരു കാര്യം സഹായിക്കും. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഒരു കാര്യമാണ്. അതായത് ഞാൻ ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഒരു 7 ഡേ ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതില് ഞാൻ ചെയ്ത കുറെ കാര്യങ്ങൾ ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ജീവിതത്തിൽ വളരെ സ്റ്റക്ക് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയൊക്കെ മൂവ് ഓൺ ചെയ്താൽ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ. 7 ദിവസം 7 കൂടുതലോ ടാസ്കുകൾ ഉണ്ടാവും. ചില ദിവസങ്ങളിൽ 2 ടാസ്കുകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഓൾറെഡി ലൈവ് ക്ലാസ്സുകളും ഉണ്ട്. അപ്പൊ ലൈവ് ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. 7 ഡേയ്സിലേക്കുള്ള ടാസ്കുകളാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഇതിന് ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷനിലൂടെ വലിയ വലിയ നേട്ടങ്ങൾ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾക്ക് മാത്രമേ പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻ നടത്താൻ പറ്റത്തുള്ളൂ. സോ ആദ്യമേ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ നടത്താൻ വേണ്ടി തുടങ്ങേണ്ടത് നിങ്ങളുടെ മനസ്സിൽ നിന്നുമാണ്. നിങ്ങളുടെ മനസ്സ് മാറ്റി ഒരു പോസിറ്റീവ് വൈബിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. സോ അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു റിയാലിറ്റിയിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയിലേക്ക് മാറാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അതായത് നിങ്ങൾ നാളെയാണ് ഈ ഒരു 7 ഡേ ജേർണി തുടങ്ങുന്നതെങ്കിൽ ഇന്ന് രാത്രി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ മനസ്സിലുള്ള കുറേ ബുദ്ധിമുട്ടുകൾ കാണും. അതായത് ഇന്നോളം നിങ്ങൾ അനുഭവിച്ച കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ കാണും. നിങ്ങളുടെ മനസ്സിനെ ഹേർട്ട് ചെയ്ത കുറേ വിഷയങ്ങൾ കാണും, കുറേ വേദനകൾ കാണും. ഓക്കെ അപ്പൊ അതെല്ലാം തന്നെ ഒന്ന് എഴുതുക. ഒരു പേപ്പർ എടുത്തിട്ട് അതെല്ലാം എഴുതുക. ഫുൾ എഴുതിയതിനു ശേഷം നിങ്ങൾ അത് വെട്ടുക, ഓരോ വരികളും വെട്ടുക. വെട്ടിയതിനു ശേഷം ആ പേപ്പർ അങ്ങ് കത്തിച്ചു കളഞ്ഞേക്കുക. നിങ്ങളുടെ മനസ്സിലെ കുറേ തോട്ട്സ് ക്ലിയർ ആക്കാൻ വേണ്ടി ഈ ഒരു കാര്യം സഹായിക്കും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് പ്ലേസ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. വീട്ടിൽ തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അവിടെ കുറച്ച് നീറ്റ് ആക്കിയൊക്കെ വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എഴുതി ഒട്ടിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അങ്ങനെ ഒരു സ്പേസ് തിരഞ്ഞെടുക്കുക. കാരണം ആ സ്പേസ് കാണുമ്പോഴെങ്കിലും ഇതൊരു മാജിക്കൽ ജേർണി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, നിങ്ങൾക്ക് ആ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ആ ഒരു സ്പേസിൽ ഇരുന്നുകൊണ്ട് വേണം നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ. അതായത് നിങ്ങൾ ഏതെങ്കിലും ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സ്പേസിൽ ഇരുന്ന് ചെയ്യാൻ പറ്റും. ഈ ഡേ 1 നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. അതായത് നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ചെയ്യാനുണ്ടാവും. അതിനൊക്കെ പകരം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തായിരിക്കും നിങ്ങളുടെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇങ്ങനെ വെറുതെ ആലോചിച്ച് കൂട്ടുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം എത്ര നേരം ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എത്ര നേരം തിങ്ക് ചെയ്യുന്നുണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തിങ്ക് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അനാവശ്യമായിട്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നതെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ സ്റ്റോപ്പ് എന്ന് പറയുക, അടുത്ത കാര്യത്തിലേക്ക് മൂവ് ഓൺ ചെയ്യുക. നിങ്ങൾക്ക് ചെയ്തു തീർക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ പുതിയൊരു വ്യക്തി ആകാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ വ്യക്തി നേടാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ. അതിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ആ ലിസ്റ്റ് ഉണ്ടാക്കിയതിനു ശേഷം ആ ലിസ്റ്റിലെ ഓരോ കാര്യങ്ങൾക്കനുസരിച്ച് പോയിന്റുകൾ എഴുതുക. അതായത് ഫോർ എക്സാമ്പിൾ, ഞാൻ ഹെൽത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് കുറെ കൂടെ ഹെൽത്തി ആയ ഒരു വ്യക്തി, എന്നിലെ കുറെ കൂടെ ഹെൽത്തി ആയ ഒരു വ്യക്തിയായിട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ഒരു ദിവസം ഇത്ര മിനിറ്റ് എക്സസൈസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു, ഇങ്ങനെയുള്ള ഫുഡുകൾ കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, ഷുഗർ കട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനു വേണ്ടി എഴുതി ചേർക്കാം. അതായത് ഒരു ആക്ഷൻ പ്ലാൻ നമ്മൾ റെഡിയാക്കുകയാണ്. ഇനി ഈ ഒരു ആക്ഷൻ പ്ലാനിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകുന്നത്.
എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഓവർ തിങ്കിങ് വരുന്നോ, അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സമയം കളയുന്നു, അല്ലെങ്കിൽ വെറുതെ ഫോൺ വിളിച്ച് സമയം കളയുകയോ ചെയ്യുവാണെങ്കിൽ അപ്പോൾ തന്നെ അതിനോട് സ്റ്റോപ്പ് പറഞ്ഞിട്ട് ഈ ഒരു ലിസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു തിങ്കിങ് പാറ്റേൺ ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റും. ഡേ 2 നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക എന്നുള്ളതാണ്. പുതുതായിട്ട് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്തു തുടങ്ങാം. അതല്ല, നിങ്ങളുടെ സെൽഫ് ലവിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാം. നമ്മൾ ഈ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് നമ്മളെ മറന്നു പോകുന്ന ഒരു വ്യക്തികളായിരിക്കും കൂടുതൽ ആളുകൾ. സെൽഫ് ലവിനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം, അപ്പൊ അതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. 3 നിങ്ങൾ ചെയ്യേണ്ട ടാസ്ക് എന്ന് പറഞ്ഞാൽ, ചില കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഭയങ്കര മടിയായിരിക്കും, അല്ലെങ്കിൽ എന്തൊക്കെയോ കൊണ്ട് നമ്മൾ അത് വേണ്ട പിന്നെ ചെയ്യാം ഓർത്തിങ്ങനെ മാറ്റി വെക്കുന്നുണ്ടായിരിക്കും. ആ കാര്യങ്ങൾ തിരഞ്ഞു പിടിച്ച് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് 1 by 1 ആയിട്ട് ചെയ്യുക. ഓക്കെ, നമ്മളെ പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നമ്മൾ അത് വിഡ്രോവറായി മാറി നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും. ആ കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്തു തുടങ്ങിയാൽ നിങ്ങളുടെ ലൈഫിന്റെ വേറൊരു മൈൽ സ്റ്റോണിലേക്കായിരിക്കും നിങ്ങൾ പോകാൻ പോകുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ, നിങ്ങളെ സ്കെയർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടുപിടിച്ച് ചെയ്യുക. ചിലപ്പോൾ പബ്ലിക് സ്പീക്കിംഗ് ആയിരിക്കും. ഇപ്പോൾ ഒരാൾക്ക് സ്റ്റേജിൽ കയറി സംസാരിക്കാൻ പേടിയുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന അവസരങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതല്ല, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പേടി കൊണ്ട് നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക. നമ്മൾ അങ്ങനെ പേടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും ഒരു ദിവസം ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോഴേ നമ്മളുടെ ശരിക്കുള്ള പൊട്ടൻഷ്യൽ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇനി ഡേ 4 നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഡേ 4 നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ്. എപ്പോഴും യെസ് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മളുടെ വേറെ കാര്യങ്ങൾക്ക് നമുക്ക് സമയമില്ലാതെ വരും. വീട്ടിലുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കിയതിനു ശേഷം, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തതിനു ശേഷം നമുക്ക് സ്വന്തമായിട്ട് സമയമില്ല എന്ന് പറഞ്ഞ് വിഷമിക്കാതെ നമ്മളുടെ കാര്യങ്ങൾക്ക് കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾക്ക് നോ പറഞ്ഞേ പറ്റും. നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു കാര്യം നിങ്ങളോട് ഒരാൾ ആവശ്യപ്പെടുക, നിങ്ങൾക്ക് യെസ് പറയാൻ മാത്രമേ അറിയുള്ളൂ എങ്കിൽ നിങ്ങൾ അവിടെ യെസ് പറയും. പിന്നീട് ആ യെസ് പറഞ്ഞല്ലോ എന്നോർത്ത് നിങ്ങൾ വിഷമിക്കുന്നുണ്ടാവും. സോ ലേൺ ടു സേ നോ. എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങളെ ഒരാൾ വിളിച്ച് കുറച്ച് പൈസ ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടോ നിങ്ങൾക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ ഇല്ല എന്ന് പറയാനുള്ള മടി കാരണം നിങ്ങൾ പറയണം നോക്കാം എന്ന് പറയണം. അപ്പൊ നിങ്ങൾ ആക്ച്വലി ചെയ്യുന്ന എന്താ, ആ വിളിച്ച ആൾക്ക് ഒരു പ്രതീക്ഷ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അയാൾ പ്രതീക്ഷിക്കും, അയാൾ വീണ്ടും വിളിക്കും. എന്നാൽ ആ സമയത്ത് നിങ്ങൾ പറയുകയാണ് അത് ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം ഡയറക്റ്റ്ലി പറയുകയാണെങ്കിൽ അവർക്ക് അടുത്ത സോഴ്സ് തേടി പോകാൻ വേണ്ടി പറ്റും. ഇനി ഡേ 5 നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഫോർഗീവ് ചെയ്യുക എന്നുള്ളതാണ്. ഫോർഗീവ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങളോട് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം. അവരുടെ തെറ്റുകൾ ഇല്ലാതാവുന്നതുകൊണ്ട് അവർ നിങ്ങളോട് ചെയ്തത് വളരെ ചെറിയ കാര്യമാകുന്നത് കൊണ്ടല്ല. ഫോർഗീവ്നെസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന്റെ ഹെവിനെസ് കുറയും. അപ്പോൾ ഈ റിഗ്രറ്റ്സ് ഒക്കെ ഉള്ളിൽ ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അതായത് നമ്മളുടെ എന്തെങ്കിലും ചെയ്ത കാര്യത്തെക്കുറിച്ചോ ചെയ്യാത്ത കാര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ഹെർട്ട് ചെയ്തതിനെ കുറിച്ചോ ഒക്കെയുള്ള വേദനകൾ നമ്മുടെ ഉള്ളിൽ കിടന്നാൽ അത് നമുക്ക് തന്നെയാണ് പ്രശ്നം. ഓപ്പൺ ടെക്നിക്കലി പറയുന്ന ആ ഒരു കാര്യമല്ലേ. സോ നമ്മളുടെ ആ ഒരു പ്രശ്നം നമ്മളെ ടോർച്ചർ ചെയ്യാൻ സമ്മതിക്കാതെ നമ്മളുടെ നല്ലതിന് വേണ്ടിയിട്ട് ഫോർഗീവ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ആരുടെയും കാല് പിടിക്കണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഫോർഗീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ നല്ലതിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കി ആ രീതി ചെയ്യാം. ഓക്കെ, അപ്പം ആരോടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇനിയും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ മെന്റലി അവരെ ഫോർഗീവ് ചെയ്യുക. നേരിട്ട് സംസാരിക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ സംസാരിക്കുക, അതല്ലെങ്കിൽ നിങ്ങൾ മെന്റലി എങ്കിലും ഫോർഗീവ് ചെയ്യുക. ഡേ 6 നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളോട് തന്നെ താങ്ക് യു പറയുക. രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡും അഫർമേഷനും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങളോട് തന്നെ നിങ്ങൾ താങ്ക് യു പറയുക. ഒരു ദിവസം നിങ്ങൾക്ക് എത്ര തവണ നിങ്ങളോട് താങ്ക് യു പറയാൻ പറ്റുമോ അത്രയും തവണ പറയാം. കാരണം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യങ്ങളും സിമ്പിൾ അല്ല, നമുക്ക് തോന്നുന്നതാണ് അത് സിമ്പിളാണ്. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും, നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്ന പല കാര്യങ്ങളും ആരെങ്കിലും നമുക്ക് ചെയ്തു തരുമായിരുന്നെങ്കിൽ നമ്മുടെ ലൈഫ് എത്ര ഈസി ആയനെ അല്ലേ. സോ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി മുതൽ നമ്മളോട് തന്നെ താങ്ക് യു പറയുക, നമ്മളുടെ വാല്യൂ മനസ്സിലാക്കുക. അത് ഏത് കാര്യത്തിനാണെങ്കിലും ശരി. ഡേ 7 നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് സ്വയം കണ്ണാടിയിൽ നോക്കി ഐ ലവ് യു എന്ന് പറയുക. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ലോകത്തില് ആരൊക്കെ ഇല്ലെങ്കിലും നമുക്ക് എപ്പോഴും ഉണ്ടാവും എന്ന് വിചാരിക്കാവുന്ന ഒരു വ്യക്തി അത് നമ്മൾ തന്നെയാണ്. നമ്മളെ സ്നേഹിക്കാൻ പഠിക്കാം. സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരു സെൽഫിഷ്നെസ് അല്ല. കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് പറയുക ഞാൻ നിന്നെ സ്നേഹിക്കുന്നു,
നിന്റെ എല്ലാ കുറവുകളോടെയും നിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടും, അല്ലെങ്കിൽ നമ്മളുടെ തെറ്റുകളൊക്കെ നമുക്ക് തന്നെ അറിയായിരിക്കും അല്ലെ. അപ്പൊ അതൊക്കെ ചിലർക്ക് ഇങ്ങനെ റിഗ്രറ്റ് ആയിട്ട് മനസ്സിൽ കിടക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഡയലോഗ്സ് എല്ലാം നമ്മളോട് സ്വന്തമായിട്ട് പറയുക. നിന്നെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടും, അല്ലെങ്കിൽ നിന്നെ എല്ലാ രീതിയിലും ഞാൻ സ്നേഹിക്കുന്നു, ആരൊക്കെ ഇല്ലെങ്കിലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും, ഐ ഓൾവേസ് സപ്പോർട്ട് യു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് പോസിറ്റീവ് അഫർമേഷൻസ് നമ്മളോട് തന്നെ പറയുക. ഈ 7 ദിവസം കൊണ്ട് ഈ 7 കാര്യങ്ങളായി അല്ലെ. എന്ന് വെച്ചാൽ ഈ 7 കാര്യങ്ങൾ കൊണ്ട് കാര്യങ്ങൾ തീരുന്നില്ല. എല്ലാ ദിവസവും ഈ കാര്യങ്ങളെല്ലാം ചെയ്തു പോരുക. അപ്പോൾ 8ാം ദിവസം തൊട്ട് 7 ടാസ്ക് ആയിരിക്കും നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഡെയിലി ചെയ്തു പോരുക. അത് നിങ്ങളുടെ ഡ്യൂട്ടി ആണെന്ന് കരുതി തന്നെ ചെയ്യുക. നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ലാസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഒരു താങ്ക് യു ലെറ്റർ എഴുതുക. അതായത് നിങ്ങൾ മറ്റൊരു വ്യക്തിയായിട്ട് മാറാൻ പോവുകയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ആ മാറിയ വ്യക്തി നിങ്ങൾക്ക് എഴുതുന്ന ഒരു ലെറ്റർ. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ അങ്ങനെ ഒരു ലെറ്റർ എഴുതുമ്പോൾ അതിൻ്റെ ഇഫക്റ്റീവ്നെസ് എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ എല്ലാ സ്റ്റുഡൻസും ഇത് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഇപ്പോഴുള്ള നമുക്ക് ആ ഫ്യൂച്ചർ ഞാൻ ഒരു ലെറ്റർ എഴുതുകയാണെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ എഫേർട്ടിന് ഉറപ്പായിട്ടും നന്ദി പറഞ്ഞിരിക്കും. കാരണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെയ്യുന്നത് കൊണ്ടാണല്ലോ ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു വ്യക്തി ഉള്ളത്. നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തി ഓൾറെഡി എക്സിസ്റ്റഡ് ആണ്. ആ വ്യക്തിയിലേക്കുള്ള യാത്ര മാത്രമാണ് മാനിഫെസ്റ്റേഷൻ. ഇനി മറ്റൊരു കാര്യം കൂടി ചെയ്യാൻ നിങ്ങൾക്കുണ്ട്, ഒരു ഗോഡ്സ് ലെറ്റർ. അതായത് ആ ഫ്യൂച്ചർ നിങ്ങളുണ്ടല്ലോ, ആ ഫ്യൂച്ചർ നിങ്ങൾക്ക് ദൈവം എഴുതുന്ന ഒരു കത്ത്. ദൈവത്തിന്റെ കത്ത് എഴുതുമ്പോൾ ദൈവം പറയുന്നത് ഇങ്ങനെയായിരിക്കും, നിനക്ക് ഈ സ്ട്രഗിൾസ് ഒക്കെ ഞാൻ തന്നത് നിന്നെ ഇന്ന് ഈ നിലയിൽ എത്തിക്കാനാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ദൈവം നിങ്ങൾക്ക് എഴുതുന്ന, അതായത് ഫ്യൂച്ചർ നിങ്ങൾക്ക് എഴുതുന്ന ഒരു കത്ത് കൂടി എഴുതുക. അങ്ങനെയാണ് ഞങ്ങൾ ടാസ്ക് അവസാനിപ്പിക്കാറ് ലാസ്റ്റ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്താൽ, ഇത് എല്ലാ ദിവസത്തെയും ടാസ്കുകൾ മാത്രമാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ വളരെയധികം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. എസ്പെഷ്യലി ലെറ്റേഴ്സ് ആൻഡ് കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് പറയുന്ന കാര്യങ്ങൾ. മിറർ ടെക്നിക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. നിങ്ങളും ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ലൈഫ് മാറുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.